തെരുവ് ബാല്യങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച മുരുകൻ. പകൽ തെരുവ് കുട്ടികളോടൊപ്പമാണ് മുരുകൻ, രാത്രി ഓട്ടോ ഡ്രൈവറും. ഇക്കഴിഞ്ഞ ശിശുദിനം രാജ്യം മുഴുവൻ ആഘോഷമാക്കി മാറ്റിയപ്പോൾ മുരുകൻ ഒരു യാത്ര നടത്തി. തെരുവ് ബാല്യങ്ങളുടെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളുമായി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് ഒരു ഓട്ടോറിക്ഷ യാത്ര. ഭിക്ഷ തേടിയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കരുതെന്നാണ് മുരുകന്റെ ഭാഷ്യം. ആ പണം മുടക്കി മുരുകനെ വിളിക്കുക. തെരുവിൽ നിന്ന് ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ, അതാണ് മുരുകൻ ഓട്ടോറിക്ഷയിലൂടെ ലക്ഷ്യമിട്ടത്. തുണയും ആശ്രയവുമില്ലാതെ വഴിയോരത്തനാഥമാകുന്ന നൂറുകണക്കിന് ബാല്യങ്ങളെ സമൂഹ മനസാക്ഷിക്ക് മുന്നിലേക്ക് പിടിച്ചു നിർത്തുകയാണ് എറണാകുളത്തുകാരൻ മുരുകൻ. ഒന്നുമില്ലാത്തവരോട് സഹതപിക്കുക എന്ന അടിസ്ഥാന വികാരത്തിൽ നിന്ന് സഹായിക്കുക എന്ന നിലയിലേക്കാണ് മുരുകൻ ബോധവൽക്കരണം നടത്തുന്നത്. ഇതിനായാണ് ശിശുദിനത്തിന് 2 നാൾ മുമ്പ് ഫോട്ടോറിക്ഷ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തെരുവിൽ മാഫിയയ്ക്ക് വേണ്ടി ഭിക്ഷയെടുക്കുന്നവരും അപകടം പിടിച്ച പണിശാലകളിൽ ബാല്യമെരിഞ്ഞു തീരുന്ന കുട്ടികളും ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും ഇഷ്ടിക കളങ്ങളിലും തൊഴിലെടുക്കുന്ന കുരുന്നുകളും മുരുകന്റെ ഫോട്ടോയിലുണ്ട്. ഈ തെളിവുകൾ വെച്ചാണ് അനാഥ ബാല്യങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതയെക്കുറിച്ച് മുരുകൻ സംസാരിക്കുന്നത്. കുഞ്ഞു കുട്ടികളെ വാടകയ്ക്കും അതുപോലെ ഭിക്ഷാടനത്തിനായി കൊടുക്കുന്നു, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു, ചിലർ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ ദാരിദ്ര്യം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യപ്പെടുന്നത്. ജീവിക്കാനുള്ള മാർഗ്ഗമില്ല അവർക്കൊന്നും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കുട്ടികൾ പീഡനത്തിന് ഇരയാകുകയാണ്. അതായത് എല്ലാ തരത്തിലും കുട്ടികൾ പീഡനങ്ങൾക്ക് ഇരയാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. തെരുവിലും ബസ് സ്റ്റാൻഡുകളിലും ആരാധനാ കേന്ദ്രങ്ങൾക്ക് സമീപവും കൈനീട്ടിയെത്തുന്ന കുട്ടികൾക്ക് ഭിക്ഷ കൊടുക്കരുതെന്ന് മുരുകൻ പറയുന്നത് ആ ബാല്യങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഭിക്ഷാടന മാഫിയകളുടെ തൊഴിലാളികൾ മാത്രമായ ഈ കുരുന്നുകളെ വലിയ വരുമാന മാർഗമാക്കി ഉപയോഗിക്കുന്നത് തടയണമെങ്കിൽ ഭിക്ഷാടനം തന്നെ നിൽക്കണം. വിടരും മുമ്പേ കൊഴിഞ്ഞുപോകുന്ന പനിനീർപ്പൂവിന്റെ ദളങ്ങളാണ് വഴിയോരത്ത് കൈനീട്ടി നാണയത്തുട്ടുകൾ ചോദിക്കുന്ന കുഞ്ഞുങ്ങൾ. ചില അധികാര ലോബികളും ചില ഭിക്ഷാടന സംഘടനകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ സംഘടനകൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള ഫണ്ടുകൾ ഇവിടെ ഈ തെരുവ് മക്കളുടെ പേര് പറഞ്ഞ് കൊണ്ടുവരികയും കൊച്ചിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന അവകാശപ്പെടുന്ന ആൾക്കാർ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത്തരം കുട്ടികളെ തെരുവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ സംഘടന നടത്തുന്ന സ്ഥാപനക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. തെരുവിൽ നിന്നും കിട്ടുന്ന കുട്ടികളെ കൊണ്ടുപോയാൽ ഇവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇവർ പറയുന്നത് തെരുവിലുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ അവിടെയുള്ള കുട്ടികൾ മോശമാവും. അങ്ങനെയാണെങ്കിൽ തെരുവ് കുട്ടികൾക്ക് വേണ്ടി സർക്കാർ ഒരു സ്ഥാപനം എറണാകുളത്ത് പണിയട്ടെ. ബാലവേലയും ബാലഭിക്ഷാടനവും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് നിയമമുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ചൂഷണത്തിനിരയാകുന്നത്. നിയമപരിരക്ഷയ്ക്ക് പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് കണ്ടയാളാണ് മുരുകൻ. അതിന് ജീവിതം കൊണ്ട് സാക്ഷ്യമറിഞ്ഞയാളാണ്. കൊച്ചിയിലെ ചേരിയിൽ വളർന്ന മുരുകന് അനുഭവിച്ചറിയേണ്ടി വന്ന കൈപ്പേറിയ ബാല്യത്തിന്റെ വടുക്കളാണ് ഇത്തരത്തിൽ സാമൂഹിക പ്രവർത്തനത്തിന് പ്രചോദനമായത്. ബാലവേലയിൽ നിന്ന് മോചിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ മോചിപ്പിച്ച് സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കും. ഉടനെ തന്നെ ഏതൊരാൾ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞ് വന്നാൽ അവരുടെ കൂടെ പിറ്റേ ദിവസം വിട്ടുകൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പകൽ തെരുവിലെ ബാല്യങ്ങൾക്കൊരു തണലായി അവരുടെ രക്ഷകനായി എറണാകുളത്തെ വീഥികളിൽ മുരുകന്റെ ഓട്ടോ ഉണ്ടാകും. രാത്രി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതമാർഗം കണ്ടെത്തും. ഓട്ടോ ഓടിക്കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് തെരുവിലെ അനാഥരായ കുട്ടികളെ കൈപിടിച്ച് കയറ്റാനുള്ള പണവും മുരുകൻ കണ്ടെത്തുന്നത്. എന്നാൽ മുരുകനെ പോലുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾക്ക് പലപ്പോഴും ഫലം കാണാതെ വരുന്നത് സർക്കാർ കണ്ണടച്ചിരിക്കുന്നിടത്താണ്. നിയമം നടപ്പിലാക്കുന്നില്ല എന്നതിനേക്കാൾ സന്നദ്ധ പ്രവർത്തകർ മോചിപ്പിക്കുന്ന കുരുന്നുകളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് മുരുകന്റെ പരാതി. എറണാകുളത്ത് തെരുവിലെ ആൺകുട്ടികളെ താമസിപ്പിക്കാൻ സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥാപനമില്ല. അപ്പോൾ അത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കുട്ടികൾ ബാലവേല ബാലഭിക്ഷാടനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞതുപോലെ
നിയമം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടികളെയും ബാലവേലയിൽ നിന്നും ബാലഭിക്ഷാടനത്തിൽ മോചിപ്പിക്കുന്ന ഒരു കുട്ടീനെയും തുടർന്ന് പഠിപ്പിക്കാനോ അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാനോ യാതൊരുവിധ നടപടിയും കേരള സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല. കുട്ടികളെ കൊണ്ട് ബാലവേലയും ബാലഭിക്ഷാടനവും നടത്തുന്നവരെ കൽത്തുറങ്കിലടയ്ക്കാൻ അവർക്ക് മതിയായ ശിക്ഷ നൽകാൻ സർക്കാർ തയ്യാറുമല്ല. നിയമപുസ്തകത്തിൽ ചിതലിരിക്കുന്ന വകുപ്പുകൾ മാത്രം മതി നാട്ടിലെ ബാലവേല ഒരു പരിധിവരെ നിർത്താൻ. എന്നാൽ ഇത് അവസാനിപ്പിക്കണമെന്ന വാശി മുരുകന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. സിനിമാ ലോകത്ത് വാർദ്ധക്യത്തിൽ എത്തിയവരുടെ വേഷത്തിന് പുറത്തെ ജീവിതം ദുരിതപൂർണമാണെന്ന് വിവിധ എപ്പിസോഡുകളിൽ ആഴ്ചവട്ടം